ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കോത്തഗിരിയിലൂടെയുള്ള യാത്രയുടെ മൂന്നാമത്തെ ഭാഗമാണ്. നമ്മൾ ഊട്ടിയിൽ നിന്നും കോത്തഗിരി റൂട്ടിലൂടെ വന്ന് ഏകദേശം ഹോറശോല എന്ന ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്നും നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം കോത്തഗിരിയുടെ ഒരു 3 കിലോമീറ്റർ മുമ്പിലായിട്ട് കേറ്റിക്കമ്പൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഹട്ടി, അതായത് ഇവിടുത്തെ വില്ലേജുകൾക്കൊക്കെ ഹട്ടി എന്നാണ് പറയുക, ഈ ഒരു ഹട്ടിയിലേക്ക് പോകുന്ന റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തു കൂടെ പോകുമ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് റിസോർട്ടുകളൊക്കെ കാണാം. ഊട്ടിയിലുള്ളതുപോലെ ഒരുപാട് റിസോർട്ടുകളൊന്നും ഇല്ല, പക്ഷേ ഇവിടെ ഉള്ള റിസോർട്ടുകളൊക്കെ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസോർട്ടുകളാണ്, കുറച്ച് കോസ്റ്റ്ലിയുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റോട്ടിലേക്ക് കുറച്ച് ദൂരം വന്ന് ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ പോവുകയാണ്. കോത്തഗിരിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വഴികളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പോകുന്ന റോഡുകളിൽ നിന്നും ഹട്ടികളിലേക്കുള്ള കുറച്ച് റോഡുകളിലേക്കൊക്കെ കയറി ഉള്ളേരിയകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ വന്നിട്ടുള്ളത്. 54 ഹട്ടികളുണ്ടെങ്കിലും ഈ 54 ഹട്ടികളിലേക്കൊന്നും നമുക്ക് പോകാനുള്ളൊരു സമയമില്ല. പക്ഷേ റോഡിനോട് ചേർന്ന് കിടക്കുന്ന 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് കയറി നമ്മൾ തിരിച്ച് മെയിൻ റോഡ് വഴി കോത്തഗിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം കോത്തഗിരി ആ ടൗണിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ആണ് നമുക്ക് കോത്തഗിരിയുടെ മെയിൻ ടൗണിൽ എത്തുക. ഈ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഏകദേശം ടൗണിനോട് 1/2 കിലോമീറ്റർ മുമ്പ് തന്നെ ഈ ഒരുപാട് വീടുകളൊക്കെ കോത്തഗിരി ഊട്ടി ടൗണിനെ അപേക്ഷിച്ച് ഈ കോത്തഗിരി ടൗണിൽ ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടുത്തെ ലോക്കൽസിൻ്റെ തന്നെ. കോത്തഗിരി ബസ് സ്റ്റാൻഡാണ് ഇപ്പം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ്. ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് എപ്പോഴും ബസ് സർവീസുകളുണ്ട്. കൂടാതെ ഈ കോത്തഗിരിയിലെ പല ഹട്ടികളിലേക്കും ഇവിടുത്തെ ലോക്കൽ സർവീസ് നടത്തുന്നുണ്ട്. അത്ര വലിയൊരു തിരക്കുള്ള ടൗണല്ല കോത്തഗിരി, എങ്കിലും ഇവിടുത്തെ ഈ ഹട്ടികളിലെ ആളുകളൊക്കെ സാധനങ്ങൾ വാങ്ങാനും അവരുടെ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ ആയിട്ട് ഈ കോത്തഗിരി തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് കോത്തഗിരിയുടെ ടാക്സി സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത്. പിന്നെ ഈ മാർക്കറ്റിൽ നിന്ന്, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിന്ന് മാർക്കറ്റ് വഴി ഇങ്ങോട്ടൊരു ചെറിയൊരു ബൈപ്പാസുമായിട്ടൊരു ചെറിയ റോഡ് വരുന്നുണ്ട്. ആ റോഡ് കുറച്ച് കൺജസ്റ്റഡ് ആണ്. പിന്നെ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങളിലേക്കുള്ള റോഡാണ്. സ്ട്രൈറ്റ് പോയാൽ മേട്ടുപ്പാളയം, കോയമ്പത്തൂർ, ഈ റോഡ് ഭാഗങ്ങളിലേക്കൊക്കെയുള്ള റോഡാണ്. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആണ് നമുക്ക് കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള റോഡ് ജംഗ്ഷൻ വരുന്നത്. ഇവിടെ നിന്ന് ഒരു 400 മീറ്റർ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജംഗ്ഷൻ കൂടെ ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കോടനാട് വ്യൂ പോയിന്റിലേക്കും റൈറ്റിലേക്ക് മേട്ടുപ്പാളയം, കോയമ്പത്തൂർ സൈഡിലേക്കുമുള്ള റോഡാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ യാത്ര ഈ ഒരു സർക്കിൾ വരെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഊട്ടി സൈഡിലേക്ക് തന്നെ പോവും. ഈ കോടനാട് വ്യൂ പോയിന്റിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. കോടനാട് വ്യൂ പോയിന്റ് കാണേണ്ട ഒരു സ്ഥലമാണ്. 28 കിലോമീറ്റർ ദൂരമാണ് കോത്തഗിരിയിൽ നിന്നും കോടനാട് വ്യൂ പോയിന്റിലേക്കുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള അത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു റൂട്ടാണിത്. അതിൻ്റെ അവസാനത്തിലാണ് കോടനാട് വ്യൂ പോയിന്റ് വരുന്നത്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് കർണാടകയുടെ പല ഭാഗങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റും അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. അതുപോലെ തന്നെ കോടനാട് നിന്ന് നമുക്ക് കാണാനുള്ളൊരു സ്ഥലമാണ് കാതറിൻ വാട്ടർഫാൾസ്, ഹെൽക്ക് വാട്ടർഫാൾസ്, ഇങ്ങനത്തെ കുറച്ച് വാട്ടർഫാൾസ് ഉള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ഏകദേശം എടപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കൂണൂർ റോട്ടിലൂടെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കോത്തഗിരിയിൽ നിന്നും കട്ടബേട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കട്ടബേട്ടുവിൽ നിന്ന് കൂണൂരിലേക്കുള്ള റോഡ്, കൂണൂർ വഴി വന്ന് നമുക്ക് ഊട്ടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ കട്ടബേട്ടുവിൽ നിന്ന് 2 റൂട്ടാണ്. ഒന്ന് ഊട്ടിയിലേക്ക്, ഒന്ന് നമ്മൾ അങ്ങോട്ട് കോത്തഗിരിയിലേക്ക് പോയ റോഡും, അതുകൂടാതെ കൂണൂർ വഴി ഊട്ടിയിലേക്കും ഒരു റോഡുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഈ കൂണൂർ വഴിയുള്ള റൂട്ടിലൂടെ വന്ന് എടപ്പള്ളി എന്ന് പറയുന്ന വില്ലേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് അരവേണു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. ആ റൂട്ടിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്കിനി അരവേണു റോട്ടിലേക്ക് തിരിയേണ്ടത്. ഇത് നരൻ കാർത്തികേയൻ സർക്കിൾ എന്നാണ് ഈ സ്ഥലത്തിന് പറയൽ. ഇവിടെ നിന്നും ലെഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് പോകേണ്ടത്. റോഡ് കുറച്ചൊരു വീതി കുറഞ്ഞ റോഡാണ്, പക്ഷെ നല്ല റോഡാണ്.
അവിടെ നമുക്ക് കുറച്ചുകൂടി മുമ്പിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഞാൻ മുമ്പ് 1-2 തവണ അവിടെ പോയതാണ്. ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ റോഡ് നേരെ നമ്മൾ കോത്തഗിരിയിൽ നിന്നും മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന ആ ഒരു ചുരൻ റോട്ടിൽ ചെന്ന് അരവേണു എന്ന് പറയുന്ന സ്ഥലത്ത് ജോയിൻ്റ് ആകും. ഈ ഒരു ഭാഗത്ത് റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞ ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടെയാണ് നമുക്ക് കുറച്ച് ദൂരം പോകാനുള്ളത്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുമ്പോട്ട് വന്നാൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് പിന്നെ വേറൊരു സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് തേയില തോട്ടങ്ങളും പിന്നെ ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വില്ലേജ് കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു കോവിലുണ്ട്. ഇതൊരു കോളനിക്ക് അകത്തുകൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നും. റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ചെറിയ ഒരു വീട്, ഒരു ചെറിയ വില്ലേജാണിത്. ഈ ഒരു വില്ലേജിൻ്റെ ഒരു തൊട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു കോവിലും കൂടി നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗങ്ങളിലൂടെ ഒക്കെ ഞാൻ മുമ്പ് ഇവിടെ നല്ല കോടമഞ്ഞുള്ള സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി സമയത്താണ് നമ്മളിതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പം നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ചില കാലാവസ്ഥ നല്ല ക്ലൈമറ്റിനനുസരിച്ചിട്ട് പല സമയങ്ങളിലും ഈ ഭാഗങ്ങളിലൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ കാഴ്ചകളാണ് ഉണ്ടാവുക. കോടമഞ്ഞുള്ള സമയത്ത് തൊട്ട് മുമ്പുള്ള ഈ കാഴ്ചകളൊന്നും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് മുമ്പിലുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വൈഡായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളുടെ ഈ ഒരു ഗ്രാമം കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ ഒരു ചുരം പോലത്തെ റോഡാണ് വരുന്നത്. റോഡ് വീതി കുറവാണെങ്കിലും നല്ല റോഡാണ് കേട്ടോ. കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ റോഡൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡാണ്. പിന്നെ തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലൂടെ നമ്മൾ ഇറങ്ങി വന്നിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു കാണുന്ന ഭാഗത്ത് നിന്ന് മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം നമുക്ക് കാണാൻ പറ്റും. അതായത് റോഡിൻ്റെ ഒരു വശത്ത് ഒരു ചെറിയ ഗ്രാമവും മറുവശത്ത് വലിയ കൊക്ക പോലത്തെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല കുത്തനെയുള്ള ഒരു റോഡാണ് ഇതുവഴി. പിന്നെ ഈ ഒരു പ്രദേശത്തൊക്കെ മഴ അതുപോലെ തന്നെ കോടമഞ്ഞൊക്കെ ഉള്ള സമയത്ത് വരുമ്പോൾ വേറെ ലെവലാണ് ഈ ഭാഗത്തിൻ്റെയൊക്കെ കാഴ്ചകൾ. ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇവിടെ ഒരു നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു ചെറിയ സ്പേസൊക്കെ ഉള്ളൊരു പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഈ ഭാഗങ്ങളിലെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നമ്മൾ ഊട്ടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നല്ല കോടമഞ്ഞുള്ളൊരു സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. തൊട്ട് മുമ്പിലുള്ള കാഴ്ചകൾ വരെ നമുക്ക് കാണാമല്ലോ, അത്രയും കോട ഇറങ്ങുന്ന ഒരു പ്രദേശമാണത്. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള മലനിരകളും കുറേ ഭാഗങ്ങളിലേക്കുള്ള കുറേ ഹട്ടികളുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ വണ്ടി നിർത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട് നമുക്കിതിൻ്റെ ഈ താഴ്വരകളിലെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടുന്ന് അതാ ദൂരത്ത് കാണുന്ന ആ ചുരം പോലെയുള്ള റോഡുണ്ടല്ലോ, അത് ഇറങ്ങി നമ്മൾ അരവേണു എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് ഈ റോഡ് ജോയിൻ്റ് ആകുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ഈ വണ്ടി നിർത്തിയോടത്തുനിന്ന് തിരിച്ച് നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. ഇപ്പം ഞാനിതിന് മുമ്പ് വന്ന, അതായത് ഒരു 2019 ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ്. അന്നെടുത്തൊരു വീഡിയോ ഫുട്ടേജ് ഞാൻ കാണിക്കാം, കോടമഞ്ഞ് ഒക്കെ ഇറങ്ങി വരുന്നത്. ഈ കോടമഞ്ഞ് ഫുള്ളായിട്ട് ഈ താഴ്വര മൊത്തത്തിൽ ഇങ്ങ് കവർ ചെയ്യും. നമുക്ക് മുമ്പിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. അതിപ്പോൾ എനിക്ക് ഈ മൊബൈൽ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. ആ ഒരു വാട്ടർഫാൾസിൽ നിന്ന് വെള്ളം പോയിട്ടുള്ളൊരു ചെറിയ ഒരു അരുവി ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ കാണാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ സമയക്കുറവ് മൂലം നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ നമ്മൾ ഊട്ടി കൂനൂർ കോത്തഗിരി മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ കട്ടബേട്ടു പോയിട്ട് കട്ടബേട്ടുന്ന് ഊട്ടിയിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കൊരു വ്യൂ പോയിൻറ്റ് മിസ്സായിട്ടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ കാഴ്ചകളും അവിടുന്ന് ഊട്ടി പോയി ഊട്ടിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇനി അടുത്തൊരു പാർട്ട് വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.